നമസ്കാരം. ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റിൽ തലയ്ക്കുള്ളത് എന്താണെന്നുള്ളതാണ്, തലസ്ഥാനത്തിനുള്ളത് എന്താണ് എന്നുള്ളത് അറിയാൻ ഒരു താല്പര്യമുണ്ട് നമുക്ക്. ഒന്നാമതായി തലസ്ഥാനത്തിനുള്ളത്, അത് തലസ്ഥാനത്തിന് മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ആ പങ്ക് വച്ചേക്കേണ്ട, എല്ലാവർക്കുമുള്ള പങ്കാണ്. വിഴിഞ്ഞം പദ്ധതിയെ കുറേ കൂടി, വിഴിഞ്ഞം പദ്ധതിയുടെ എല്ലാ സാധ്യതകളും മുതലാക്കുന്ന സമുദ്ര മിഷനെ കുറിച്ച് പറയുന്നു. അത് വിഴിഞ്ഞം വഴിയാണ് വരുന്നത്. പക്ഷേ അത് എല്ലാവർക്കും കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞങ്ങളെ അക്കൗണ്ടിൽ ഞങ്ങൾ എടുക്കുന്നില്ല. തിരുവനന്തപുരത്തിന് വേണ്ടി പറയുന്നതിൽ ഒന്നാമത്തത് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കൃത്യമായി വിപുലീകരിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. വളരെ നല്ല കാര്യം. മുതലപ്പള്ളി ഹാർബറിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ അതിന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ പൂന്തുറയിൽ പുതിയ ഫിഷിംഗ് ഹാർബറും പൂന്തുറ ഇടയാർ പാലവും പണിയും എന്ന് പറയുന്നു. കോവളത്ത് പരീക്ഷാടിസ്ഥാനത്തിൽ ഗ്രീൻ മാർഷൽ പദ്ധതി നടപ്പിലാക്കും. ഇതിലൂടെ സ്ത്രീകളെ ഗ്രീൻ മാർഷൽമാരായി പരിശീലിപ്പിക്കും. കോവളത്ത് നെട്ടുകാൽ തേരിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാമും മാതൃകാ ക്ഷീര യൂണിറ്റും സ്ഥാപിക്കും. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം തിരുപ്പതി മാതൃകകൾ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുന്ന രീതിയിൽ തിരുവല്ല ക്ഷേത്രത്തെ മാറ്റിയെടുക്കും. പട്ടത്ത് ആർ ശങ്കറിന് സ്മാരക മന്ദിരം വരുന്നു. 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപ കേന്ദ്രങ്ങൾ കൂടുതൽ സൗകര്യം കൊടുക്കും. ഭാഗമായി സ്പേസ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ 5 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്താണ് വരുന്നത്. മഹാവൈ ഉള്ളൂർ എസ് അയ്യരുടെ പരമേശ്വരയ്യരുടെ 150-ാം വാർഷികങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. നഗരത്തിലെ പ്രധാന ഗതാഗതങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിക്കും. ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. സതേൺ എക്കണോമിക് കോറിഡോർ വരുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനസുമലി സ്മാരക കൺവെൻഷൻ സെൻറ്ററിനായി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കൺവെൻഷൻ സെൻറ്റർ വരുന്നു. അങ്ങനെ കപ്പൽ നിർമ്മാണശാല വരാൻ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല വരുന്നു. ഇങ്ങനെ വളരെ വലിയ കാര്യങ്ങളാണ് നമ്മുടെ തിരുവനന്തപുരത്തിന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡ്, തിരുവനന്തപുരത്ത് നിന്ന് ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഔട്ടർ റിംഗ് റോഡിന് 100 കോടി രൂപ ബഡ്ജറ്റിൽ വച്ചിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മെട്രോയെ ഞാൻ പറഞ്ഞു, ലൈറ്റ് മെട്രോ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായി 2ാം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ എക്കണോമിക് കോറിഡോർ തിരുവനന്തപുരത്ത് പ്രധാന നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കും. ഹെയർ ആൻഡ് ഹെൽത്ത് എർത്ത് കോറിഡോറിന് റെയർ എർത്ത് കോറിഡോറിന് 100 കോടിയും സാമ്പത്തിക ഇടനാഴിക്ക് 50 കോടിയും വെച്ചിട്ടുണ്ട്. നെയ്യാർ ജലസേചന പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ കനാൽ സംവിധാനങ്ങളും നവീകരിക്കും. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ കോൺസ്റ്റിറ്റ്യൂവനൽ കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി പദവി നൽകി. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനുമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് നൽകും. ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ ഊന്നൽ നൽകിയിട്ടുള്ള ഗവേഷണത്തിന് സ്ഥാപനങ്ങൾ ആരംഭിക്കും. ISROയുമായി ചേർന്നായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെടുത്തി ഭൂഗർഭ റെയിൽവേ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റോഡ് എന്നിവയ്ക്ക് സ്ഥലമേറ്റെടുക്കും. ഗ്രീൻ ബങ്കറിംഗ് സംവിധാനവും വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജമാക്കും. തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ പറഞ്ഞു. ലൈറ്റ് മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ 20 കോടി രൂപ വച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന് ഒരു തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ പല പ്രോജക്റ്റുകളും ഇതിനകത്ത് വരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രോജക്റ്റുകൾ തിരുവനന്തപുരത്തേക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടുതൽ തരും എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ 10-50 പേർക്ക് തൊഴിൽ കൊടുക്കുന്നത് പോലല്ല, ഒരു വലിയ മെഗാ പ്രോജക്റ്റുകൾ വരുമ്പോൾ തൊഴിൽ കൊടുക്കുന്ന ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പദ്ധതികളാണ് വരുന്നത്. സതേൺ എക്കണോമിക് കോറിഡോർ കൊണ്ടുവരുമെന്ന് പറയും. ഇതൊക്കെ പുതിയ വാക്കുകളാണ്, പുതിയ കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം സ്വകാര്യ മേഖലയാണ്, എല്ലാം സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിൽ പൊതുമേഖലയില്ല എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾ കൊണ്ടുപോകരുത്. സ്വകാര്യ മേഖലയെ കൃത്യമായി ഓണപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ കേരളത്തിന് 1 മില്ലിമീറ്റർ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് സകലതും സർക്കാരിൻ്റെ സംവിധാനത്തിൽ ചെയ്ത് വിജയിപ്പിച്ചെടുത്തു കളയാം എന്ന് പറയുന്നത് അബദ്ധമാണ്. അത് മൂഢമായ ചിന്തയാണ്. അത് പാടില്ല. അതിൽ മാറ്റി കൃത്യമായി വളരെ കൃത്യമായ ഒരു പ്രോജക്റ്റുകൾ സ്വകാര്യ മേഖലയിൽ വരട്ടെ. അത് തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. നമ്മുടെ മേഖലയിൽ, അതുപോലെ മത്സ്യമേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തീരദേശത്തുള്ളവർക്ക് പട്ടയം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഒരു വലിയ
ഒരു രീതിയിലായിരിക്കും വരുന്നത്. ആലപ്പുഴയെ ബ്ലൂ എക്കോണമി തലസ്ഥാനമാക്കും. അങ്ങനെ ഓരോ ജില്ല എടുത്താലും എന്തെങ്കിലുമൊക്കെ വലിയ പ്രത്യേകതകൾ ഉള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നിർമ്മാണ മേഖലയെയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയെയും ഒക്കെ വലുതായി വികസിപ്പിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് വന്നിരിക്കുന്നത്. വളർച്ചയുണ്ട ഒരു മാർഗരേഖ തന്നെയാണ് ഇതെന്നാണ് മാതൃഭൂമിയും മനോരമയും കേരളകൗമുദിയും എല്ലാവരും പറയുന്നത്. കേരളത്തിലെ പുതിയ ബഡ്ജറ്റ് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമങ്ങൾ, വ്യവസായങ്ങൾക്ക് വേണ്ടി ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകും പുതിയതായിട്ട്. അങ്ങനെ ഓരോ മേഖല എടുത്താൽ എല്ലാ മേഖലയെയും സമഗ്രമായി തൊടുന്ന ഒരു ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തലസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായ ഒരു ബഡ്ജറ്റായി നമുക്ക് കാണാം. പക്ഷേ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ കെ പി കണ്ണനെ പോലുള്ളവർ പറയുന്ന പോലെ ഇത് നടപ്പിലാക്കാനുള്ള പണം കൃത്യമായി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് തന്നെ ആ പണം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കപ്പെടണം.